നിങ്ങളെല്ലാവരും ഇപ്പോൾ ആലോചിക്കുന്നത് ഇത് ഡയറി മിൽക്കിൻ്റെ പരസ്യമാണോ എന്ന് ചോദിക്കും. എന്നാൽ അല്ല കേട്ടോ, ഇത് ഡയറി മിൽക്കിൻ്റെ പരസ്യമല്ല. പകരം ഇതിൻ്റെ ഒപ്പം കിട്ടുന്ന ഒരു സംഭവം വെച്ച് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടൊരു ക്യൂട്ടായിട്ടുള്ള സ്റ്റഫ് ഉണ്ടാക്കാം. അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിക്കോട്ടെ, ഇനിയിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നതായാലും ശരി, നമ്മളിനി വെറുതെ ഇരിക്കുകയാണെങ്കിൽ ശരി, പെട്ടെന്ന് ഈ റൺ ഔട്ട് ആവുമെന്ന് വെച്ചാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. എക്സാമ്പിൾ ഇപ്പോൾ പറയുവാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുക, പെട്ടെന്ന് നമ്മുടെ അമ്മ വിളിച്ചു, നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് പോയി ആൻഡ് തിരിച്ച് വന്നപ്പോൾ നമ്മൾ വായിച്ചുകൊണ്ടിരുന്ന പേജ് പെട്ടെന്ന് അത് മാഞ്ഞു പോയി മീൻസ് നമ്മൾ മറന്നുപോയി. പിന്നെ കുത്തിയിരുന്ന് വായിക്കുക എന്ന് വെച്ചാൽ അതത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യില്ല, ആ പേപ്പറിൽ എന്തെങ്കിലും ഒരു മാർക്കർ വെച്ച് വരയ്ക്കോ, അങ്ങനെ വൃത്തികേടാക്കിയിട്ടായിരിക്കും ചിലവരൊക്കെ പോവുക. അപ്പോൾ അതിന് പകരം നമുക്ക് നല്ല ക്ലീനായിട്ട് അത് അതിലേക്ക് നിന്നാൽ പിന്നെ നമുക്കൊരു ബുക്ക് മാർക്ക് അങ്ങ് ഉണ്ടാക്കിക്കാം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ബുക്ക് മാർക്ക് കിട്ടും. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്ന ഡയറി മിൽക്കിൻ്റെ ഒപ്പം കിട്ടുന്ന സിൽക്ക് എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട് നമുക്ക് അതിൽ കിട്ടുന്നത്. പേജല്ല, അതൊരു കവറാണ് ആക്ച്വലി. അതിനൊന്നും കൂടെ സുന്ദര കുട്ടപ്പനാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് കണ്ണും മൂക്കും വായി എന്തെങ്കിലുമൊക്കെ വരച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു കണ്ണും ഒരു കുഞ്ഞ് സ്മൈലുമാണ് വരച്ചു കൊടുത്തത്. ആൻഡ് ഇവിടെ നമ്മുടെ ഇപ്പോൾ ബുക്ക് മാർക്ക് റെഡി ആയിട്ടുണ്ട്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇങ്ങനത്തെ നിങ്ങൾക്ക് വീഡിയോ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ബൈ ബൈ.